നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പകൽ സമയത്ത് കോൺഗ്രസുകാരനായും രാത്രിയിൽ RSSകാരനായും മാറുന്ന ആളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ നാട്ടിലിറങ്ങുന്നത് പലതും തട്ടിവിട്ട് ജനങ്ങളെ പറ്റിക്കാനാണെന്നും VS. സീറ്റ് തർക്കം. ഇരിക്കൂർ ചന്ദ്രക്കാമ്പാറ ഡിവിഷനിൽ കേരള കോൺഗ്രസ് മാണി ജേക്കബ് വിഭാഗം തമ്മിൽ സംഘർഷം. അണികൾക്കും നേതാക്കൾക്കും പരിക്ക്. വാഹനങ്ങളും തകർത്തു. ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാകാതെ നേതാക്കൾ. ചക്കരക്കൽ ഇരുവേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ വടിവാൾ പിടികൂടി. BJP പ്രവർത്തകൻ അറസ്റ്റിൽ. പരിശോധന കർശനമാക്കി പോലീസ്. പടിയൂർ പഞ്ചായത്തിലെ കല്യാട് ഉരത്തൂർ റോഡിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വയോജന വിനോദ കേന്ദ്രം നാശത്തിന്റെ വക്കിലേക്ക്. കെട്ടിടത്തിലെ ഫർണിച്ചറുകളും മേൽക്കൂരയും തകരുന്നു. പ്രതിഷേധവുമായി വയോജനങ്ങൾ. ജനവിധി 2015. BJPയുടെയും RSSന്റെയും അക്രമങ്ങൾക്കും ജനവിരുദ്ധ നിലപാടുകൾക്കുമെതിരെ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒന്നും മിണ്ടുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഇവർ നാട്ടിലിറങ്ങുന്നത് പലതും തട്ടിവിട്ട് ജനങ്ങളെ പറ്റിക്കാനാണെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തളിപ്പറമ്പിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ടൗൺ സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VS അച്യുതാനന്ദൻ. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും മഹാഭൂരിപക്ഷം ജനങ്ങളോടും നീതിയല്ല കാട്ടുന്നത്. കേന്ദ്രത്തിൽ പ്രമുഖ മന്ത്രിസ്ഥാനത്ത് കഴിയുന്ന ആന്റണിയും ഇതുപോലെ തന്നെ ആണ്ടിലൊരു നാൾ കേരളത്തിൽ വരികയും കോൺഗ്രസിനെ ന്യായീകരിച്ച് തിരിച്ചുപോവുകയും ഈ രണ്ടുപേരും കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളോട് നീതിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ഈ ദുർനയങ്ങളെ തോൽപ്പിക്കാൻ അഭിമാന ബോധമുള്ള കേരളീയർക്ക് കഴിഞ്ഞിട്ടുണ്ട്, തുടർന്നും കഴിയുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. തിരഞ്ഞെടുപ്പ് നേരല്ലാത്ത മാർഗത്തിൽ വർഗീയതയുടെ അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പായി മാറ്റാൻ ഉമ്മൻചാണ്ടി ആദ്യമേ ശ്രമിച്ചിരുന്നു. വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള ഒരു നടപടിയും ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിക്കുന്നില്ല. ജനങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാനേ സർക്കാരിന് സമയമില്ല. ഉമ്മൻചാണ്ടി മുതലാളിമാരുടെ ആളാണ്. കർഷക സ്നേഹം നടിക്കുന്നതല്ലാതെ റബ്ബർ കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് പട്ടിണി മാത്രമാണ് നൽകിയത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറക്കുമതി ചെയ്യുന്ന വലിയ കയർ മുതലാളിമാരുടെ ഏജന്റായതുകൊണ്ട് കൃഷിക്കാരുടെ റബ്ബറിന്റെ വില ഇടിവിനെ സംബന്ധിച്ച് BJPയും RSSും സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും വെടിവെച്ചു കൊല്ലുകയും ആദിവാസികളെ കത്തിച്ചു കളയുകയുമാണ്. ഇതിനെതിരെ പ്രതികരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ പിന്തിരിപ്പൻ ശക്തികൾക്ക് സാധിക്കുകയില്ലെന്നും VS പറഞ്ഞു. ചടങ്ങിൽ ARC നായർ അധ്യക്ഷത വഹിച്ചു. PK ശ്രീമതി MP, ജെയിംസ് മാത്യു MLA, നടൻ RJN, P ജയരാജൻ, K ബാലകൃഷ്ണൻ, P മുകുന്ദൻ, K മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആവേശോജ്വലമായ സ്വീകരണമാണ് VSന് തളിപ്പറമ്പിൽ നൽകിയത്. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. പകൽ സമയത്ത് കോൺഗ്രസുകാരനായും രാത്രിയിൽ RSSകാരനായും മാറുന്ന ആളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആലക്കോട് ടൗണിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VS. പകൽ കോൺഗ്രസ്, രാത്രി RSS. നിങ്ങൾ കാലടി ഗോപിയുടെ പ്രസിദ്ധമായ ഒരു നോവൽ വായിച്ചു കാണുമല്ലോ. 7 രാത്രികൾ. ഗോപിയുടെ കഥാപാത്രം ഒരു വശത്ത് ശബരിമല ശാസ്താവിന്റെ ഫോട്ടോ, മറുവശത്ത്
മഗ്ദലന മറിയത്തിന്റെ നിത്യോപയോഗ സാധനങ്ങളുടെ വില സാധാരണക്കാരന് താങ്ങാവുന്നതിലും എത്രയോ മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഉഴുന്നില്ലാത്ത ഉഴുന്നുവടയും പരിപ്പില്ലാത്ത പരിപ്പ് വടയുമുള്ള നാടായി കേരളം മാറിയെന്നും അദ്ദേഹം ആക്ഷേപിച്ചു. യോഗത്തിൽ VG സോമൻ അധ്യക്ഷത വഹിച്ചു. PK ശ്രീമതി MP, P ജയരാജൻ, KM ജോസഫ്, PV ബാബുരാജ്, ജേക്കബ് ചൂരനോലി തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. തെരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടാവുകയോ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയോ ആര് ചെയ്താലും ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുക്കുമെന്ന് കണ്ണൂർ SP-യുടെ ഉത്തരവിനെതിരെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. അക്രമമുണ്ടായാൽ നിയമം നോക്കി നടപടിയെടുക്കേണ്ട DYSP മീൻ കച്ചവടത്തിന് പോകുന്നതാണ് നല്ലതെന്നും VS പറഞ്ഞു. ശ്രീകണ്ഠപുരത്ത് നടന്ന തെരഞ്ഞെടുപ്പ് സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു VS. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് DSP കണ്ണൂർ DSP ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതായിട്ടാണ് കേട്ടത്. ഇതെ സംബന്ധിച്ച് സംഘർഷങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആളുകൾ ഉത്തരം പറയേണ്ടി വരുമെന്നാണ് DSP ഒരു സർക്കുലർ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിയമസമാധാനം പാലിക്കുക എന്നുള്ളത് അദ്ദേഹം വിട്ടോ, അദ്ദേഹം നീക്കത്തോടത്തിന് പോകാൻ നിയമസമാധാനം പാലിക്കുക എന്നത് DSP-യുടെ പ്രാഥമികമായ ചുമതല. തെരഞ്ഞെടുപ്പിനിടയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ സ്ഥാനാർത്ഥികൾ പ്രതികളാകുമെന്ന കണ്ണൂർ DYSP-യുടെ വിജ്ഞാപനത്തിനുള്ള മറുപടിയായാണ് VS ഇങ്ങനെ പ്രതികരിച്ചത്. യോഗത്തിൽ PK മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. CK ദാമോദരൻ, PV ഗോപിനാഥ്, ജെയിംസ് മാത്യു MLA, PK ശ്രീമതി MP, A രമേശൻ, C ദേവരാജൻ, P ജയരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കണ്ണൂരിൽ നടന്നു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കഴിവുകേട് കാണിച്ച ഈ ഭരണം യാതൊരു കാരണവശാലും തുടരാൻ പാടില്ല എന്നതാണ് കേരളത്തിലെ ജനങ്ങളുടെ അഭിലാഷം. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. യോഗത്തിൽ PK ശ്രീമതി MP, P ജയരാജൻ, M പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ ചടങ്ങിൽ പരിചയപ്പെടുത്തി. നിരവധി പ്രവർത്തകരാണ് യോഗത്തിൽ പങ്കെടുത്തത്. സീൽ ന്യൂസ്, കണ്ണൂർ. വർഷങ്ങൾക്ക് ശേഷമാണ് VS അച്യുതാനന്ദൻ കണ്ണൂരിന്റെ മണ്ണിൽ കാലുകുത്തുന്നത്. 93 വയസ്സിലും യുവത്വത്തിന്റെ ചുറുചുറുക്ക്, ആവേശോജ്വല സ്വീകരണമാണ് ഓരോ കേന്ദ്രത്തിലും VS-ന് ലഭിച്ചത്. യുവജനതയെ പോലും ഹരം കൊള്ളിച്ച പര്യടനത്തിലൂടെ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേറുറപ്പുള്ള കണ്ണൂരിന്റെ മണ്ണിൽ തിരഞ്ഞെടുപ്പ് ചൂട് കാഠിന്യത്തിലാണ്. അവിടേക്കാണ് ആവേശം വിതറി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ എത്തിയത്. 93 വയസ്സിലും യുവത്വത്തിന്റെ ചുറുചുറുക്കുമായി പ്രചരണ വേദികളിലെല്ലാം തരംഗം സൃഷ്ടിച്ചായിരുന്നു VS-ന്റെ യാത്ര. ആദ്യം 10:30 ആലക്കോട്ടെ LDF-ന്റെ പൊതുയോഗത്തിൽ. രാവിലെ 8 മണിയോടെ തന്നെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ നിരവധി പേരായിരുന്നു എത്തിയത്. മുദ്രാവാക്യം വിളികളോടെ VS-നെ ആയിരങ്ങൾ ചേർന്ന് സ്വീകരിച്ചു. കാച്ചിക്കുറുക്കി തന്റെ സ്വതസിദ്ധിയിലുള്ള പ്രസംഗം. എല്ലാവരോടും കുശലം പറഞ്ഞ് ഇറങ്ങിയത് അടുത്ത സ്വീകരണ കേന്ദ്രമായ തളിപ്പറമ്പിലേക്ക്. ഇവിടെയും രാവിലെ മുതൽക്ക് തന്നെ VS-നെ കാത്തിരുന്നത് അനവധി പേർ. 11:30 വേദിയിലേക്ക് കയറുമ്പോൾ ആവേശം അത്യുച്ചത്തിലായ മുദ്രാവാക്യം വിളികൾ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, വളരെ ആവേശകരമായ തിരഞ്ഞെടുപ്പ് റാലിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ കർഷക വിരുദ്ധ നിലപാടുകളെക്കുറിച്ചുള്ള തന്റെ ശൈലിയിലുള്ള പ്രസംഗം പിന്നീട് കയ്യടിയോടെ സ്വീകരിച്ച് അണികളും. എല്ലാവരും ഇടതുപക്ഷത്തിന്റെ സാരഥികളെ വിജയിപ്പിക്കണമെന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നുമുള്ള ഉറച്ച വാക്കുകളോടെയുള്ള അഭ്യർത്ഥനയും അണികൾ സ്വീകരിച്ചതിന് അടയാളമായി കയ്യടി ഉയർന്നു. പ്രായഭേദമന്യേ VS-ന് എല്ലാവരും അഭിവാദ്യം അർപ്പിച്ചു. എല്ലാവർക്കും തിരിച്ചും അഭിവാദ്യം അർപ്പിച്ച് ശ്രീകണ്ഠപുരത്തിന്റെ മണ്ണിലേക്കായിരുന്നു പിന്നീട്. തുടർന്ന് അണികളെ പിടിച്ചിരുത്തിയുള്ള തന്റെ പ്രസംഗം. അടുത്തത് ഇരിട്ടിയിലേക്ക്. വൈകുന്നേരം കണ്ണൂരിൽ പൊതുസമ്മേളനത്തിലും പങ്കെടുത്ത് മടക്കം. തുടർച്ചയായുള്ള പ്രസംഗങ്ങൾ ഒന്നും VS-നെ ബാധിച്ചിട്ടില്ല. തന്റെ അടുക്കും ചിട്ടയും കലർന്ന
ജീവിത ദിനചര്യകൾ തന്നെ കാരണം. 93-ാം വയസ്സിലും പോരാട്ടത്തിന്റെ രണവീഥികളിൽ തളർച്ചയറിയാതെ മുന്നേറുകയാണ് VS. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരക്കാരനായിക്കൊണ്ടുതന്നെ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് സീൽ ന്യൂസ്. സ്വാതന്ത്ര്യം ലഭിച്ച് 67 വർഷം കഴിഞ്ഞിട്ടും കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന LDF, UDF സർക്കാരുകൾ വികസന മുരടിപ്പാണ് ഉണ്ടാക്കുന്നതെന്ന് BJP ഉടുപ്പി MP ശോഭ കലന്തരാജ്. അടിസ്ഥാന സൗകര്യത്തിലും വിദ്യാഭ്യാസ മേഖലയിലും മുരടിപ്പാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നതെന്നും ശോഭ കലന്തരാജ് കണ്ണൂരിൽ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ നല്ല തൊഴിലിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. CPMന്റെ തൊഴിലാളി നയങ്ങൾ കാരണം കേരളത്തിൽ വികസനങ്ങൾ എത്തുന്നില്ല. Last 67 years of their rule, they are not encouraged industries to come to Kerala. Many industrialists are coming to Karnataka. If you ask questions to them, anybody is going to Kerala, they say no because of CPM's labor policies, their labor organizations policies, and also non-cooperative governments. That's why the youth of Kerala are telling Kerala has become old age homes. No educated youth wants to stay back in Kerala. വികസന കാര്യങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ രാഷ്ട്രീയം നോക്കാറില്ല. കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ടുകൾ അനുവദിക്കുന്നത്. ഇത്തവണ 45 ലക്ഷത്തോളം രൂപ പഞ്ചായത്തുകൾക്കും മറ്റുമായി അനുവദിച്ചിട്ടുണ്ട്. Now in Kerala state, village panchayat elections are going on and also municipalities elections are going on. For the first time, central government is giving direct money to panchayats. 430 rupees means if a panchayat has got 10,000 people in a village panchayat, that panchayat will get directly 43 lakhs every year. This is not depends on party politics. All over India, UP will get, Bihar will get, West Bengal will get, Kerala will get, Tamil Nadu will get, which is not ruled by BJP. That's why Modi ji said, in development there is no party politics. In development all are same. എല്ലാ ഗവൺമെന്റ് ഹൌസുകളിലും ബീഫ് വിതരണം നിരോധിക്കണമെന്നും എല്ലാ വിഭാഗം ജനങ്ങളുടെയും താൽപര്യം സംരക്ഷിക്കണമെന്നും MP വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. BJP ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്, PK വേലായുധൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. സീറ്റ് തർക്കം നിലനിന്നിരുന്ന പയ്യാവൂരിൽ കോൺഗ്രസ് മാണി ജേക്കബ് വിഭാഗക്കാർ തമ്മിൽ ഏറ്റുമുട്ടി. ഇരു വിഭാഗങ്ങളിലെയും നേതാക്കന്മാർക്കും അണികൾക്കും പരിക്കേറ്റു. ഇരിക്കൂർ ബ്ലോക്കിലെ ചന്ദനക്കമ്പാറ ഡിവിഷൻ കേരള കോൺഗ്രസിന് വേണ്ടി UDF മാറ്റിവച്ചതായിരുന്നു. എന്നാൽ ഇരുവിഭാഗവും തമ്മിൽ തർക്കമായി. ജേക്കബ് വിഭാഗത്തിൽ നിന്ന് ജോളി കാട്ടുവിളയും മാണി വിഭാഗത്തിൽ നിന്ന് കവിത തേക്കുംകാട്ടിലും പത്രിക നൽകി. കോൺഗ്രസ് നേതൃത്വം ഇരുവിഭാഗങ്ങളുമായി പലതവണ ചർച്ച നടത്തിയെങ്കിലും പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് UDFന് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനും സാധിച്ചില്ല. ഇരുവിഭാഗത്തിനും വേണ്ടി സജീവമായ പ്രചരണമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രശ്നത്തിന്റെ ആരംഭം. അക്രമത്തിൽ ഇരുവിഭാഗം നേതാക്കളുടെയും വാഹനങ്ങൾ തകർന്നു. അക്രമത്തിൽ തകർന്ന വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. BJPയുടെ വികൃതമായ മുന്നേറ്റത്തെ പിടിച്ചുകെട്ടാൻ കോൺഗ്രസ് നയിക്കുന്ന മതേതര ശക്തിയുടെ കൂട്ടായ്മയ്ക്ക് കഴിയുമെന്ന് CMB സംസ്ഥാന സെക്രട്ടറി CP ജോൺ പഴയങ്ങാടിയിൽ UDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ പിടിച്ചുകെട്ടാൻ CPMന് സാധിക്കുകയില്ല എന്ന അവർക്ക് തന്നെ ബോധ്യപ്പെട്ട രാഷ്ട്രീയ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബംഗാളിൽ CPMന്റെ അടിത്തറ തകർന്നിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPMന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. BJPയുടെ വികൃതമായ മുന്നേറ്റത്തെ പിടിച്ചുകെട്ടാൻ കോൺഗ്രസ് നയിക്കുന്ന മതേതര ശക്തികളുടെ കൂട്ടായ്മയ്ക്ക് സാധിക്കൂവെന്ന് ഇന്ത്യയോട് വിളിച്ചു പറയേണ്ട തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പെന്ന് CP ജോൺ പറഞ്ഞു. ഇന്ത്യ ഗുരുതരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഞാൻ ആരെയും ആക്രമിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. CPMന് ഈ BJPയെ പിടിച്ചുകെട്ടാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധിക്കുകയില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബംഗാളിൽ CPMന്റെ അടിത്തറ തകർന്നിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPMന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് BJPയുടെ വികൃതമായ മുന്നേറ്റത്തെ പിടിച്ചുകെട്ടാൻ
കോൺഗ്രസ് നയിക്കുന്ന ഒരു മതേതര ശക്തികളുടെ കൂട്ടായ്മയ്ക്ക് മാത്രമേ സാധിക്കൂവെന്ന് ഇന്ത്യയോട് വിളിച്ചു പറയേണ്ട തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് എന്നതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. PP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സജി ജോസഫ്, POP മുഹമ്മദ് അലി, KP നൂറുദ്ദീൻ, MP ഉണ്ണികൃഷ്ണൻ, KV രാമചന്ദ്രൻ, CP ഷിജു, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ജില്ലാ പഞ്ചായത്ത് ആലക്കോട് ഡിവിഷനിൽ ഇക്കുറി ഉറച്ച വിജയപ്രതീക്ഷയുമായാണ് ഇരു മുന്നണികളും രംഗത്തെത്തിയിരിക്കുന്നത്. ആലക്കോട്, ചപ്പാരപ്പട് പഞ്ചായത്തുകൾ UDFന്റെ പിന്തുണക്കുമ്പോൾ CPMന്റെ ഉരുക്കുകോട്ടയായ കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്തിലാണ് ഇടതുമുന്നണിയുടെ വിജയപ്രതീക്ഷ. വിജയിക്കാനായില്ലെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്ന് BJPയും കരുതുന്നു. ഇടത് കോട്ടയായ മാതമംഗലത്തെ പരുവപ്പെടുത്തി എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിയെടുക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തിയതാണ് ആലക്കോട് ഡിവിഷൻ. മാതമംഗലത്തിന്റെ അതിർത്തി പുനർനിർണയിച്ചു കഴിഞ്ഞപ്പോൾ 3 പഞ്ചായത്തുകളിൽ ആലക്കോടും ചപ്പാരപ്പടവും UDFന്റെ കയ്യിലും കടന്നപ്പള്ളി, പാണപ്പുഴ LDFന്റെ കയ്യിലുമാണ് ഉള്ളത്. തളിപ്പറമ്പ് ബാറിലെ അഭിഭാഷകയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ മോളിക്കുട്ടി ബിനോയെയാണ് ഇടതുമുന്നണി ഇക്കുറി മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. ഡിവിഷനിലെ ഭൂരിപക്ഷം ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇക്കുറി ഇടതുമുന്നണിക്ക് വോട്ട് നൽകുമെന്ന് മോളിക്കുട്ടി പറയുന്നു. ആലക്കോട് മണ്ഡലം ഇപ്പോൾ പുതിയ ഡിവിഷനാണ്. പക്ഷേ അതിലെ 2 മണ്ഡലങ്ങൾക്ക് LDFന് മുൻതൂക്കമാണുള്ളത്. 100% ഇപ്രാവശ്യം അത് LDF പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് പുതിയ മണ്ഡലമായതുകൊണ്ട് തന്നെ 100% LDFന് ഒരു സാധ്യതയുള്ള മണ്ഡലമായിട്ടാണ് നമ്മൾ കാണുന്നത്. LDFന് വിജയസാധ്യതയുള്ളത് കൂടാതെ ജനസപ്പോർട്ടും അതുപോലെ തന്നെ വോട്ടർമാർ നല്ല സപ്പോർട്ടാണ് ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്തു തരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ആലക്കോട് പഞ്ചായത്ത് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സുമിത്ര ഭാസ്കരനാണ് UDF സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. UDFന്റെ ഉറച്ച കോട്ടയിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ഇടതുമുന്നണിക്കാവില്ലെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകൾ UDFന് ഗുണകരമാകുമെന്നും സുമിത്ര ഭാസ്കരൻ പറഞ്ഞു. കേരള സംസ്ഥാനം ഭരിക്കുന്ന ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഇലക്ഷനെ നേരിടുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം ലഭ്യമായതിനേക്കാൾ നല്ല ഒരു വിജയം തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും. ഇടതു വലതു മുന്നണികളുടെ ഭരണം കണ്ടുമടുത്ത ജനങ്ങൾ ഇക്കുറി ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്നും BJP ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നും മുൻ CPM അംഗം കൂടിയായിരുന്ന BJP സ്ഥാനാർത്ഥി സുമതി സോമൻ അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. കേരളത്തിലും ആ വികസനം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആലക്കോട് ഡിവിഷനിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. വിജയം ആർക്കൊപ്പം വേണമെങ്കിലും നിൽക്കാമെന്നതിനാൽ അപ്രതീക്ഷിത ഫലത്തെയാകാം ഇരു മുന്നണികൾക്കും ആലക്കോട് ഡിവിഷനിൽ നേരിടേണ്ടി വരിക. സീൽ ന്യൂസ്, ആലക്കോട്. കേരളത്തിൽ BJP വളരുന്നത് CPM ശക്തി കേന്ദ്രങ്ങളിലാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് TNA ഖാദർ രായരോത്ത് നടന്ന UDF തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPMന്റെ ശക്തി കേന്ദ്രങ്ങളായ ജില്ലയിൽ മാത്രമാണ് BJP വളരുന്നത്. അതിന് പ്രധാന കാരണം പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസമുള്ള പ്രവർത്തകർ BJPയിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അത് കേരള സംസ്ഥാനത്തിന് ആപത്താണ്. ആരാണ് CPM-ഉം BJP വളർന്നത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണൂരിൽ CPM ഉണ്ട്, കണ്ണൂരിൽ BJP ഉണ്ട്. മലപ്പുറത്ത് CPM കുറവാണ്, അവിടെ BJP കുറവാണ്. എറണാകുളത്ത് UDF ആണ്, അവിടെ BJP ഇല്ല. തൃശ്ശൂരിൽ UDF ആണ്, അവിടെ BJP ഇല്ല. പാലക്കാട് CPM ആണ്, അവിടെ BJP ഉണ്ട്. എന്താണ് നൽകുന്ന പാഠം? CPM-ൽ നിന്ന് ആളുകൾ BJPയിലേക്ക് പോവുകയാണ്. CPM-ഉമായി അഭിപ്രായ വ്യത്യാസമുള്ള പ്രവർത്തകർക്ക് UDF-ൽ വിശാലമായ പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ VV അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മൊയ്തു കാരയിൽ, സുമിത്ര ഭാസ്കരൻ, ജെയ്മി ജോർജ്, ജോസ് ജോർജ്, TC ആയിഷ, ഷിബി സനീഷ് എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. മറ്റു വാർത്തകളിലേക്ക്. കേരളം നേടിയിരിക്കുന്ന സാമ്പത്തിക മുന്നേറ്റത്തിൽ പ്രവാസി മലയാളികൾ നൽകിയിട്ടുള്ള സംഭാവനകൾ വിസ്മരിക്കാൻ കഴിയാത്തതാണെന്നും സർക്കാരിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. UDFന്റെ വിജയം പ്രവാസികൾക്ക് അനിവാര്യം എന്ന് പറയാനുള്ള കാരണം പ്രവാസികൾ ഈ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥതയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഈ കേരളത്തിന്റെ അങ്ങ് തെക്കോട്ട് വടക്ക് വരെ ഒരു നഗരമായി മാറാനുള്ള സാഹചര്യങ്ങളെ പ്രവാസികൾ അതിനുവേണ്ടി ഒത്തിരി ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചതാണ്. അവരെ അംഗീകരിച്ച ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ UDF ഗവൺമെന്റ് അവരെ അംഗീകരിച്ച് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു UDF ഗവൺമെന്റിനെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും
വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ് പ്രവാസികളോട് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. പ്രവാസികളുടെ ക്ഷേമത്തിനായി എന്നും പ്രവാസികൾക്കൊപ്പം നിൽക്കുന്ന UDF സർക്കാർ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. NRIക്ക് പ്രത്യേക സാമ്പത്തിക മേഖല അനുവദിച്ച് അവിടെ പ്രവാസികൾക്ക് ജോലി സംവരണം നൽകുമെന്നും തിരിച്ചുവരുന്ന പ്രവാസികൾക്ക് പ്രായപരിധി കൂടാതെ അവരെ അംഗങ്ങളാക്കി ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തി പെൻഷൻ നൽകാനുള്ള പദ്ധതിയും നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലാണ്. ഭരണ തുടർച്ച ഉണ്ടായാൽ മാത്രമേ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ എന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഐസക് തോമസ്, M നിസാമുദ്ദീൻ, റഷീദ് ചാലാട് തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. ചക്കരക്കൽ ഇരുവേരി ആർവിമട്ടയിൽ നിന്നും വാഹന പരിശോധനയ്ക്കിടെ വാൾ പിടികൂടി. BJP പ്രവർത്തകൻ തലവിൽ സ്വദേശി KM അമിത്തിന്റെ കയ്യിൽ നിന്നാണ് ചക്കരക്കൽ SI മെൽബനും സംഘവും വാൾ പിടിച്ചെടുത്തത്. ഇലക്ഷനോടനുബന്ധിച്ച് പ്രദേശത്ത് പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു. ബുധനാഴ്ച അർദ്ധരാത്രിയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ ബൈക്കിനെ പിന്തുടർന്നപ്പോഴാണ് ബൈക്കിൽ നിന്ന് വാൾ പിടിച്ചെടുത്തത്. പ്രതിയെ ഉച്ചയോടെ തലശ്ശേരി CJM കോടതിയിൽ ഹാജരാക്കി. വരും ദിവസങ്ങളിലും പ്രദേശത്ത് പരിശോധന കർശനമാക്കുമെന്നും SI മെൽബിൻ പറഞ്ഞു. സീൽ ന്യൂസ്, മുണ്ടേരി. അധികം കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളൊന്നുമില്ലാതെ ജില്ലാ പഞ്ചായത്ത് 5 വർഷം പൂർത്തിയാക്കി. രാഷ്ട്രീയം മറന്ന് ഭരണപ്രതിപക്ഷാംഗങ്ങൾ ഒത്തുചേർന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ അവസാന ഭരണസമിതി യോഗം സൌഹൃദത്തിന്റെ പുത്തൻ വേദിയായി മാറി. എന്നും ചർച്ചകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ ഓർമ്മകളാണ് എല്ലാവർക്കുമുള്ളത്. എന്നാൽ അവസാന ഭരണസമിതി യോഗം ചേർന്നപ്പോൾ അവിടെ സൌഹൃദത്തിന്റെ ഒരു പുത്തൻ വേദി തന്നെയായി ഇത് മാറി. യോഗത്തിൽ T കൃഷ്ണൻ, K നാരായണൻ, K രവി, P റോസ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വയോജന വിനോദ കേന്ദ്രം കാടുകയറി നശിക്കുന്നു. പടിയൂർ പഞ്ചായത്തിലെ കല്യാട് ഊരത്തൂർ റോഡിലുള്ള വിനോദ കേന്ദ്രമാണ് തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. വയോജനങ്ങൾക്ക് ഉപകരിക്കാത്ത ഈ സ്ഥാപനം എന്തിനാണ് ഉണ്ടാക്കിയത്? ചോദ്യം വയോജനങ്ങളുടേതാണ്. പടിയൂർ പഞ്ചായത്ത് 2004-2005 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിരുന്നത്. തുടക്കത്തിൽ പ്രവർത്തനങ്ങൾ നടന്നിരുന്നുവെങ്കിലും പിന്നീട് അധികൃതർ കൈയൊഴിഞ്ഞതാണ് കെട്ടിടം നോക്കുകുത്തിയാവാൻ കാരണം. വാതിലുകളും ജനലുകളും അകത്തുള്ള ഫർണിച്ചറുകളും ദ്രവിച്ചിരിക്കുന്നു. മേൽക്കൂരയ്ക്കും കേടുപാടുകളുണ്ട്. കല്യാട് ഊരത്തൂർ റോഡിലാണ് ലക്ഷങ്ങൾ ചെലവഴിച്ചു നിർമ്മിച്ച വയോജന വിശ്രമ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏറെ പ്രതീക്ഷയോടെ വയോജന കേന്ദ്രത്തിന് ഭൂമി നൽകിയവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതിഷേധം ഇങ്ങനെയാണ്. കാലം മുമ്പേ 2 സെന്റ് സ്ഥലം ബുദ്ധമന്ദിരത്തിന് കൊടുത്തു. അതിന്റെ ശേഷം ബിൽഡിംഗ് ആയതിന്റെ ശേഷം ഉദ്ഘാടനം കഴിച്ചിട്ട് ഇങ്ങനെ 4 മണിക്ക് വന്നിട്ട് നിങ്ങളിവിടെ ഇരുന്നിട്ട് പിന്നെ നിങ്ങൾക്ക് പുരാണ പാരായണം ചെയ്യോ, പേപ്പർ തരാം, പേപ്പർ കൊണ്ടിടാം, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാന്നെല്ലാം പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന്. അവരാരും ഒന്നും ചെയ്തു തന്നില്ല. വന്നതിന് ശേഷമാണ് അംഗൻവാടി കുറച്ചു കാലം അവർ നടത്തി. പിന്നെ ക്ലാസ് പേരൊക്കെ നടത്തി ചെയ്ത പിന്നെയൊന്നും ഉണ്ടായിട്ടില്ല. വയോജന വിശ്രമ കേന്ദ്രം സ്ഥാപിച്ചതിനെ ചൊല്ലി അഭിപ്രായ ഭിന്നത ഉണ്ടായതായും പറയുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ചു നിർമ്മിച്ച കെട്ടിടം തുറന്നുകൊടുക്കണോ പൂട്ടിയിടണോ എന്തെന്നറിയാതെ ഉഴലുകയാണ് പടിയൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും. സീൽ ന്യൂസ്, കൊളച്ചേരി. കേരള സായുധ സേന പോലീസ് പരിശീലനാർത്ഥികളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് മാങ്ങാട്ടുപറമ്പിൽ KAP 4-ാം ദളം ആസ്ഥാനത്ത് 30-ന് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും.
ഇന്നത്തെ പരേഡിലെ 15ാമത്തെ പ്ലട്ടൂൺ. KAP 4ാം ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പിലെ 275 പോലീസ് ട്രെയിനികളും KAP 5ാം ബറ്റാലിയൻ ഇടുക്കിയിലെ 90 പേരും മലബാർ സ്പെഷ്യൽ പോലീസിലെ 101 പോലീസ് ട്രെയിനികളും പരേഡിൽ അണിനിരക്കും. KAP 4ാം ബറ്റാലിയനിലെ പരേഡ് കമാൻഡർ ദിൽരൂപും അണ്ടർ കമാൻഡർ പോലീസ് കോൺസ്റ്റബിൾ ഷിജിത്തും പരേഡ് നയിക്കും. രാവിലെ 7:30 പരേഡിനായി സേനാംഗങ്ങൾ അണിനിരക്കും. 7:35 പരേഡ് കമാൻഡർ പരേഡ് ഏറ്റെടുക്കും. തുടർന്ന് KAP 4ാം ബറ്റാലിയൻ കമാൻഡന്റ്, സായുധ പോലീസ് ബറ്റാലിയൻ IG, ADGP, കേരള സംസ്ഥാന പോലീസ് മേധാവി എന്നിവർ അഭിവാദ്യം സ്വീകരിക്കും. സേനാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യാതിഥി സമ്മാനദാനവും നിർവഹിക്കും. സീൽ ന്യൂസ്, ധർമ്മശാല. ദളിത് കുട്ടികളെ ചുട്ടുകൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് മാടായി പുലയൻ സമുദായ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പരിയാരം ബാലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ദളിത് സമൂഹത്തിന് നേരെ അനുദിനം അക്രമങ്ങൾ തുടർന്നു വരികയാണ്. ഇതിന്റെ ഉദാഹരണമാണ് കുരുന്നു കുഞ്ഞുങ്ങളെ ചുട്ടുകൊന്ന സംഭവം. ഇത്തരം സംഭവങ്ങൾ മതേതര ഭാരതത്തിന് ദോഷം ചെയ്യുമെന്നും സമരക്കാർ പറഞ്ഞു. എരുവിരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ കൂട്ടായ്മ പരിയാരം ബാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെയൊക്കെ തന്നെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്ത ഒരു പ്രത്യയശാസ്ത്രം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരായ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ദളിതരും ഒക്കെ തന്നെ ഇന്നും ആക്രമിക്കപ്പെടുന്നു എന്നത് പരിശോധിക്കപ്പെടേണ്ട കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാബു കുതിരുമ്മൽ അധ്യക്ഷത വഹിച്ചു. മുട്ടംപുരുഷു, VP സുഭാഷ്, മധു, രമേശൻ, വിജയൻ, സന്തോഷ് മൂലക്കീൽ, ഓമന തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തളിപ്പറമ്പ് അഡീഷണൽ ICDS പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ തല ന്യൂട്രീഷൻ വാരാചരണം ICDS ഹാളിൽ നടന്നു. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ T രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ് ന്യൂട്രീഷൻ വാരം ആചരിക്കുന്നത്. ചടങ്ങിൽ C ചേയിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. K മാധവി, P ലക്ഷ്മിക്കുട്ടി, K സുനിത, KV ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രദർശനവും നടന്നു. 22 അംഗനവാടികളിലെ ടീച്ചർമാരും കുട്ടികളും രക്ഷിതാക്കളും ഒരുക്കിയ 200ഓളം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. സീൽ ന്യൂസ്, തളിപ്പറമ്പ. സംസ്ഥാന വിദ്യാസഹോദയ CBSE കലോത്സവത്തിന് പഴയങ്ങാടിയിൽ തുടക്കമായി. എഴുത്തുകാരൻ PK പാറക്കടവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്: ഗുരുവിനും ശിഷ്യനും മധ്യേ പാഠപുസ്തകം തടസ്സമായി നിന്നുകൂടാ എന്ന്. പഴയങ്ങാടി വാദിഹൂദ ക്യാമ്പസിൽ 6 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. 1500ഓളം കലാപ്രതിഭകളാണ് മത്സരത്തിൽ മാറ്റിരക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രശസ്ത പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മുഖ്യ അതിഥിയായി. മുഹമ്മദ് സാജിദ് PK, TM സഫിയ, S കമറുദ്ദീൻ, CP ഹാരിസ്, SAP അബ്ദുൽ സലാം, VK ഖാലിദ്, മഹമ്മൂദ് വാടിക്കൽ, AT വിനോദ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പകൽ സമയത്ത് കോൺഗ്രസുകാരനായും രാത്രിയിൽ RSSകാരനായും മാറുന്ന ആളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നാട്ടിലിറങ്ങുന്നത് പലതും തട്ടിവിട്ട് ജനങ്ങളെ പറ്റിക്കാനാണെന്നും VS. സീറ്റ് തർക്കം. ഇരിക്കൂർ ചന്ദ്രക്കാമ്പാറ ഡിവിഷനിൽ കേരള കോൺഗ്രസ് മാണി ജേക്കബ് വിഭാഗം തമ്മിൽ സംഘർഷം. അണികൾക്കും നേതാക്കൾക്കും പരിക്ക്. വാഹനങ്ങളും തകർത്തു. ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാകാതെ നേതാക്കൾ. ചക്കരക്കൽ ഇരുവേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ വടിവാൾ പിടികൂടി. BJP പ്രവർത്തകൻ അറസ്റ്റിൽ. പരിശോധന കർശനമാക്കി പോലീസ്. പടിയൂർ പഞ്ചായത്തിലെ കല്യാട് ഉരത്തൂർ റോഡിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വയോജന വിനോദ കേന്ദ്രം നാശത്തിന്റെ വക്കിലേക്ക്. കെട്ടിടത്തിലെ ഫർണിച്ചറുകളും മേൽക്കൂരയും തകരുന്നു. പ്രതിഷേധവുമായി വയോജനങ്ങൾ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.